മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് നഷ്ടമുണ്ടായെന്ന് ആദ്യമായി സമ്മതിച്ച് പാകിസ്ഥാൻ. നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ. ആക്രമണത്തിൽ സൈനിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും താവളത്തിലുണ്ടായിരുന്ന സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് വർഷാവസാന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒടുക്കം പാകിസ്ഥാൻ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി 11ഓളം മിസൈലുകളായിരുന്നു, 11ഓളം വ്യോമതാവളങ്ങളായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നത്. അതിലൊന്നിലാണിപ്പോൾ ആക്രമണം വലിയ തരത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അനുശ്രീ, 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 26ഓളം സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മെയ് 7-നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഭീകര താവളങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ആക്രമണം. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെയും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നു. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല മേഖലകളിലേക്കും ഇന്ത്യയുടെ ഡ്രോണുകൾ, മിസൈലുകൾ പായുന്ന കാഴ്ച അന്ന് കണ്ടതാണ്. ലോകരാജ്യങ്ങൾ പോലും പാകിസ്ഥാനുണ്ടായ കനത്ത നാശം, അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയും മറ്റും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 9ഓളം ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ അന്ന് പാകിസ്ഥാൻ ഉള്ളിൽ കയറി തകർത്തത് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. 11ഓളം പാക് വ്യോമതാവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടതും വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നാശനഷ്ടവും ഉണ്ടായില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് പാകിസ്ഥാൻ പ്രകടിപ്പിച്ചിരുന്നത്. 80-80ഓളം ഡ്രോണുകൾ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്ന് പാക് വിദേശകാര്യമന്ത്രിയും അവിടുത്തെ പാക് ഉപപ്രധാനമന്ത്രിയും ആയ ഇഷാഖ് ദാർ സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സമ്മതം, തങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി എന്നുള്ള കാര്യം പാകിസ്ഥാൻ സമ്മതിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പാകിസ്ഥാൻ ഈ സൈനിക താവളത്തിലുണ്ടായിരുന്ന പാക് സൈനികർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യവും ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഡിസംബർ 27-ന് ശനിയാഴ്ച കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം, അത് വർഷാവസാനം നടക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ഡ്രോണുകൾ റാവൽപിണ്ടിയിലെ ചക്ലായിലുള്ള നൂർ ഖാൻ വ്യോമത്താവളം ആക്രമിച്ചതായും അതിൽ സൈനിക സൗകര്യങ്ങൾക്കടക്കം വലിയ നാശനഷ്ടമുണ്ടായതായും വിദേശകാര്യമന്ത്രി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ തെറ്റ് ചെയ്തു എന്നും ദാർ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യ തെറ്റ് ചെയ്തു എന്നും ഇന്ത്യയുടെ ആക്രമണത്തെ ആ തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുമായിരുന്നു ദാറിൻ്റെ ഈ സമ്മതം, ഈ കുറ്റസമ്മതം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 80-ൽ 79 ഡ്രോൺ, അതായത് 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ അയച്ചത് 80 ഡ്രോണുകളാണ്. അതിൽ 79 ഡ്രോണുകളും തടയാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഒരു ഡ്രോൺ മാത്രമാണ് ഇത്തരത്തിൽ വ്യോമത്താവളത്തിൽ പതിച്ചത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നമുക്കറിയാം, 11ഓളം വ്യോമത്താവളങ്ങൾ, അതായത് സർഗോദ, റാഫിക്ക്, ജേക്കബാദ്, മുരുഡിക്ക് എന്നിവിടങ്ങളിലൊക്കെ ഇന്ത്യ വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയും ആ വ്യോമത്താവളങ്ങളൊക്കെ തകർക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോഴും അതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ അതിർത്തിയിലൊക്കെ വീണ്ടും ഭീകര താവളങ്ങൾ, കേന്ദ്രങ്ങൾ പുനർജനിപ്പിക്കാനുള്ള പ്രവർത്തികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വിവരങ്ങളും കൂടി പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് അതോടുകൂടി ഈ ഇന്ത്യയുടെ ആക്രമണത്തിലുള്ള നാശനഷ്ടം കുറച്ചു കാട്ടാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ സൈനിക ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാകിസ്ഥാൻ്റെ സമാർട്ട് ടൈംസ് വെബ്സൈറ്റ് 2025 ഓഗസ്റ്റ് 14-ന് അവരുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട 138 ധീരത പുരസ്കാര ജേതാക്കളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഏതാണ്ട് 400 മുതൽ 500 വരെ ആളുകൾ അങ്ങനെയാണെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കും. അതായത് ഔദ്യോഗികമായി പറയുന്നത് ഇത്രയധികം ആളുകളാണെങ്കിൽ പോലും 400 മുതൽ 500 വരെ സൈനികർ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം എന്നാണ് KJS ധില്ലൻ്റെ ഒരു വിലയിരുത്തൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും നൂർഖാൻ വ്യോമത്താവളത്തിലെ ആക്രമണം ഷഹബാസ് ഷെരീഫ് നേരത്തെ സംബന്ധിച്ച ഒരു പശ്ചാത്തലം നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അത്തരത്തിൽ വളരെ നിർണായകമായ പാകിസ്ഥാൻ്റെ ഈ സമ്മതം ഇപ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധയിലടക്കം വന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ വിഷയത്തിൽ പാകിസ്ഥാൻ നേരത്തെ എടുത്തിരുന്ന നിലപാടിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു വിദേശകാര്യമന്ത്രി തന്നെ പറയുന്നത് പാകിസ്ഥാൻ ഉണ്ടായ നാശനഷ്ടം ചെറുതൊന്നുമല്ല എന്നതിൻ്റെ സൂചന കൂടിയാണ്. അനുശ്രീ, കൂടുതൽ വിവരങ്ങൾ നൽകിയത്